റിജിൽ മാക്കുറ്റി, ഇപ്പോൾ പൂർണ്ണമായും സർക്കാരിന്റെ തീരുമാനപ്രകാരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും പൂർണ്ണ ഉത്തരവാദിത്തം ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഈ കാലതാമസം, ഫണ്ട് അനുവദിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം, പരിശോധനകൾ, ഈ ചുവപ്പ് നാട തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ശരിയാണ്, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പൊളിച്ചെഴുത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വീണ്ടും ഈ ചുവപ്പ് നാടയിലേക്ക് ഈ കാര്യങ്ങൾ പോവില്ലേ? ഒരിക്കലും ചുവപ്പ് നാടിൽ പോവില്ലല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് വീട് എടുക്കാൻ അല്ലെങ്കിൽ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വാർഡ് കൗൺസിലർ തീർച്ചയായിട്ടും അത് മോണിറ്റർ ചെയ്യും. അയാൾക്ക് വീടെടുക്കാനുള്ള ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി, ഉറപ്പുവരുന്നതിന് വേണ്ടി ആ കൗൺസിലർ കൃത്യമായി സദാ ജാഗരൂകമായി പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ലൈഫുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ രൂപത്തിലേക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു ജനപ്രതിനിധിക്ക് ഈ ലൈഫിൽ അനുവദിച്ച ഫണ്ട് കിട്ടാതിന്റെ അടിസ്ഥാനത്തിൽ അത് പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ലോക്കൽ ബോഡിയിലേക്ക് അത് എത്തുമ്പോൾ സ്വാഭാവികം ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കകത്ത് വളരെ പെട്ടെന്ന് സാഹചര്യത്തിലേക്കാണ് ഈ പദ്ധതി ലോക്കൽ ബോഡിയിലേക്ക് മനസ്സിലാകുന്നു. ലൈഫ് മിഷൻ ഉണ്ടാകില്ല എന്നാണോ ഒറ്റ വാക്കിൽ ഉത്തരം? തീർച്ചയായും ലൈഫ് മിഷൻ ഉണ്ടാവില്ല എന്നുള്ള പൊതു തീരുമാനം എടുത്തില്ല. എങ്ങനെയാണ് ജനങ്ങൾക്ക് കൂടുതൽ സഹായകരമായ രൂപത്തിൽ വീടെടുക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്ന അടിസ്ഥാനത്തിലേക്കുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും. അത് സ്വാഭാവികമായി ലൈഫ് എന്ന പേരിലോ അല്ലെങ്കിൽ അത് മാറ്റണമെന്നൊക്കെ അത് UDF-ഉം അതോടെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഈ വിഷയം, കാതലായ പ്രശ്നങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അത് പരിഹരിക്കപ്പെടണമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താണ്, നമുക്കറിയാം ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നം. പെൻഷൻ 2000 സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിൽ ഒരു AC വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ആൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിൽ AC വെക്കുക എന്നുള്ളത് അത് വലിയ പ്രയാസം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സർവ്വസാധാരണമാണ്. കാരണം ചൂട് സാഹചര്യം എങ്ങനെയെങ്കിലും EMI എടുത്തൊക്കെ ഒരു AC വാങ്ങും. പക്ഷെ പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ അവർക്ക് ഇതിന്റെ പേരിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം അനവധിയായ പരാതികളുണ്ട്. അപ്പൊ ഞങ്ങൾ അത്തരമുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം പെൻഷൻ ഉൾപ്പെടെ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൃത്യമായി ആളുകൾക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക് അതിനൊരു AC എന്ന് പറയുന്ന സംവിധാനം വീടിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് അതൊക്കെ മാനദണ്ഡപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം എടുക്കണമെന്നുള്ള തീരുമാനം ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അത്തരം തീരുമാനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.